സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ ഭയന്നിരിക്കുകയാണ് ഇസ്രായേൽ. F-35 പോലെയുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സൗദിക്ക് ലഭിച്ചാൽ മേഖലയിലെ സൈനികാധിപത്യം നഷ്ടപ്പെടുമോ എന്നാണ് സയനിസ്റ്റുകൾ ഭയപ്പെടുന്നത്. കുറച്ചു കാലങ്ങളായി ഈ കൈമാറ്റം തടയാൻ ഇസ്രായേൽ ലോബിയിങ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ അടുത്തിടെ നടന്ന വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിന് കൈ കൊടുക്കുകയായിരുന്നു. F-35 വിൽപ്പന പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രായേൽ സൈനികാധിപത്യത്തെ എങ്ങനെയാണ് തിരിച്ചടിക്കുക? നിലവിലെ കരാർ അതിന് പ്രാപ്തമാണോ? പരിശോധിക്കാം. സ്വാഗതം ഇണ്ടത്തിലേക്ക്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ 2018 കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് വൈറ്റ് ഹൌസിലേക്ക് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി എത്തുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 18 കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതുമായിരുന്നു. അവിടെ വെച്ചായിരുന്നു അമേരിക്കയിൽ $1 ട്രില്യൺ നിക്ഷേപം നടത്തുമെന്ന് സൗദിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. മറുഭാഗത്ത് സൗദി അമേരിക്കയുടെ പ്രധാനപ്പെട്ട നാറ്റോ ഇതര സഖ്യകക്ഷിയായിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സുപ്രധാന സൈനിക സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് സൗദിയെ അർഹമാക്കുന്നതാണ് ഈ പദവി. ഒപ്പം സൗദിക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുമെന്നും ട്രംപ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു. നൂതനമായ സ്റ്റെൽത്ത് ജെറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമായിട്ടാണ് ഇതിലൂടെ സൗദി അറേബ്യ മാറിയിരിക്കുന്നത്. US എയ്റോസ്പേസ് കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് F-35. റഡാറുകൾക്കോ മറ്റ് സാങ്കേതിക വിദ്യകൾക്കോ കണ്ടെത്താൻ കഴിയാത്തതിനെയാണ് സ്റ്റെൽത്ത് എന്നറിയപ്പെടുന്നത്. ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ഫൈറ്റർ ജെറ്റുകളെയും ഒക്കെ നിഷ്പ്രയാസം തകർക്കാനും ഏത് സംഘർഷത്തിലും മേധാവിത്വം സ്ഥാപിക്കാനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് F-35 യുദ്ധവിമാനങ്ങൾ. പശ്ചിമേഷ്യയിൽ ഈ യുദ്ധവിമാനങ്ങൾ കൈവശമുള്ളത് ആകെ ഇസ്രായേലിന് മാത്രമാണ്. ഇറാനെ ആക്രമിക്കാനൊക്കെ ഈ വിഭാഗത്തിലുള്ള യുദ്ധവിമാനങ്ങളായിരുന്നു ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയുടെ നേട്ടം ഇസ്രായേലിന് അത്ര സുഖിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ലോബിയിങ് ശ്രമങ്ങളെ ട്രംപ് അവഗണിച്ചുവെന്ന് പറയുമ്പോഴും സൗദിക്ക് F-35 ലഭിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനു കാരണം അമേരിക്കയുടെ ഇസ്രായേലി ക്വാളിറ്റേറ്റീവ് എഡ്ജ് എന്ന നയമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് സൈനിക ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ കൈവശമുള്ളവയേക്കാൾ നൂതനമായ സാങ്കേതിക സൈനിക ഉപകരണങ്ങൾ നൽകില്ല എന്ന നയമാണ് IQE അല്ലെങ്കിൽ ഇസ്രായേലി ക്വാളിറ്റേറ്റീവ് എഡ്ജ്. 1980 മുതൽ അമേരിക്ക ഈ നയം പിന്തുടരുന്നുമുണ്ട്. മേഖലയിലെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് അമേരിക്ക സൈനിക സഹായങ്ങൾ നൽകുകയാണെങ്കിൽ ഇസ്രായേലിന്റെ കൈവശമുള്ളതിനേക്കാൾ ശേഷി കുറഞ്ഞതാണെന്ന് അവർ ഉറപ്പാക്കാറുണ്ട്. അതിനാൽ F-35 കാര്യത്തിലും അമേരിക്ക ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം സൗദിക്ക് കൈമാറണമെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരവും നിർബന്ധമാണ്. ഇസ്രായേലിന്റെ മേഖലയിലെ സൈനിക മേൽക്കൈ നഷ്ടപ്പെടുന്നില്ല എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കോൺഗ്രസിലാകട്ടെ ഇസ്രായേൽ അനുകൂലികൾ അധികവുമാണ്. ഇനിയിപ്പോൾ അനുമതി ലഭിച്ചാൽ തന്നെ F-35 കൈമാറുന്നതിന് കുറഞ്ഞത് 7 വർഷമെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ പക്കലുള്ള 3 സ്ക്വാഡ്രൺ F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിന് എല്ലാ തരത്തിലും വൈദഗ്ധ്യം നേടാൻ കൂടിയാണ് അമേരിക്ക ഇത്ര വലിയൊരു കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് സൗദിക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകില്ലെന്ന് US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ഉറപ്പ് നൽകിയെന്നാണ്. ഇങ്ങനെ നിരവധി തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും സൗദിയുടെ നിലവിലെ നേട്ടം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഇസ്രായേലുമായി നോർമലൈസേഷൻ അംഗീകരിച്ചാൽ മാത്രമേ F-35 വിൽപ്പനയ്ക്ക് തയ്യാറാകൂ എന്ന് അമേരിക്ക നിബന്ധന വെച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്.